ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും വെജിറ്റബിളും ഒക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി, നമുക്ക് വയറ് പെട്ടെന്ന് നിറയും. അത് നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മളിതിലേക്ക് മയോണൈസും സോസും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ടൊമാറ്റോ, ക്യാരറ്റ്, ഓണിയൻ, ക്യാബേജ്. വളരെ ചെറിയ ഒരു സൈസുള്ള തക്കാളി എടുത്താൽ മതിയാവും. വലുതാണെങ്കിൽ പകുതി എടുക്കാം. ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ പകുതി മതി. സവോള എടുത്തിരിക്കുന്നത് പകുതി സവോളയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാബേജ്, അതായത് ചെറിയൊരു പീസ് ക്യാബേജ് മതിയാവും. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസും സോസുമാണ്. ഞാൻ 3 ടീസ്പൂൺ അളവിലാണ് മയോണൈസും സോസും എടുത്തിട്ടുള്ളത്. കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസുമാണ്. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസും സോസും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ അളവിലാണ് മയോണൈസ് ചേർത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെയാണ് ടൊമാറ്റോ സോസും ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മയോണൈസിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ കൂട്ടി കൊടുക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു പീസിലേക്ക് 2 ബ്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബ്രെഡ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് ചീസും ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് കൂടി വെച്ച് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടറോ ഓയിലോ ഗീയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 ബ്രെഡ് വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാവുന്ന ടൈം കൊണ്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് ചീസ്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് കൂടെ ആഡ് ചെയ്തിട്ട്, ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണെങ്കിലും എടുക്കാം. പക്ഷേ ചീസ് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചീസ് വയ്ക്കണം എന്ന് പറയുന്നത്. ചീസ് ഇല്ലാത്തവർ ട്രൈ ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. ചീസ് ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ ബ്രെഡ് കൂടി എടുത്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് മറച്ചിട്ടിട്ട് അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. ചീസ് വയ്ക്കുന്നുണ്ടെങ്കിൽ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന ടൈം വരെ ഒന്ന് വെച്ചാൽ മതിയാവും. ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ ഇത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ.